ഹലോ വെൽക്കം ടു മൈ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് എപ്പിസോഡ് 3. ഇന്ന് സൂപ്പർ ഈസി ആയിട്ടുള്ളതും റാഗി ഇഷ്ടമുള്ളവർക്കും റാഗി ഇഷ്ടമില്ലാത്തവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്ന ഒരു അടിപൊളി റാഗി ചോക്ലേറ്റ് പാൻ കേക്ക് റെസിപ്പിയാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? കമോൺ. ഇതിലേക്ക് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള റാഗി ഫ്ലോർ, വീറ്റ് ഫ്ലോർ, അതുപോലെ തന്നെ കൊക്കോ പൗഡർ, പിഞ്ച് ഓഫ് സോൾട്ട്, പിന്നെ നമ്മുടെ മസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യാനുസരണം ജാഗറി പൗഡർ അഥവാ നമ്മുടെ ശർക്കര പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും കൃത്യമായ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇനി മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും അൺഫ്ലേവേർഡ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിലോ ചേർത്ത് മിക്സ് ചെയ്ത് റൂം ടെമ്പറേച്ചറുള്ള പാലും അല്പാൽപമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ലൂസനായിട്ട് വേണം തയ്യാറാക്കാൻ വേണ്ടി. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ നമ്മുടെ ഒരു പാൻ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മുടെ ഈ ബാറ്റർ ഒരു 5-10 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു 5-10 മിനിറ്റിന് ശേഷം നമ്മുടെ തവ നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും അൺഫ്ലേവേർഡ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ അല്പാൽപമായിട്ട് ഒഴിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ദോശ പരത്തുന്ന പോലെ പരത്തിക്കളയല്ല, ജസ്റ്റ് ഒഴിക്കുകയേ വേണ്ടൂ. ഇങ്ങനെ കുട്ടി കുട്ടി ബബിൾസ് വന്നതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കേക്ക് റെഡി. ഇനി ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം കുറച്ച് ഹണിയോ മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. ബൈ.